ഹലോ ഫ്രണ്ട്സ്, ഏറെ കാലത്ത് കാത്തിരിപ്പിന് ശേഷം ഫുഡ് സേഫ്റ്റി ഓഫീസറിന്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. നിങ്ങൾ അറിഞ്ഞാണ് 2016 ആദ്യം നോട്ടിഫിക്കേഷൻ വന്നത്. അതിനുശേഷം 2019 ഇപ്പോഴോ 5 വർഷത്തിന് ശേഷം 2024 നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസിലേക്ക് പോകാം. ഓക്കെ, ഫുഡ് സേഫ്റ്റി ഓഫീസർ 2024 ഇതിൻ്റെ ഈ ഒരു പ്രോസസ്സ് എങ്ങനെ ആരംഭിച്ചു എന്നുള്ളത് 2006 FSSA ആക്ട് കേന്ദ്ര ഗവൺമെൻറ് പാസ്സാക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് കേന്ദ്രത്തിൽ ഒരു ഓർഗനൈസേഷൻ വേണം, ഫുഡ് സേഫ്റ്റിക്ക് വേണ്ടി ഒരു ഓർഗനൈസേഷൻ വേണം, FSSA എന്നുള്ള ഓർഗനൈസേഷൻ. അതിനുവേണ്ടി പ്രത്യേകമായിട്ടുള്ള എക്സാം ഉണ്ട്. നിങ്ങൾ കുറേ പേരൊക്കെ അത് എഴുതുന്നുണ്ടാവും. ഇതേപോലെ തന്നെ എല്ലാ സംസ്ഥാനങ്ങളിലും ഫുഡ് സേഫ്റ്റിക്ക് വേണ്ടി ഒരു ഓർഗനൈസേഷൻ വേണമെന്നുള്ള ഒരു നിഷ്കർഷ ഉണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് ഫുഡ് സേഫ്റ്റി കമ്മീഷൻ ഓഫ് കേരള 2010 രൂപീകരിക്കുന്നത്. ഇപ്പോൾ ഇതിൽ ആദ്യം ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത് ഞാൻ പറഞ്ഞ പോലെ 2016 2016 നോട്ടിഫിക്കേഷൻ വന്നു. എക്സാം 2015 നോട്ടിഫിക്കേഷൻ വന്നു, 16 എക്സാം നടന്നു. അതിനുശേഷം പിന്നെ നോട്ടിഫിക്കേഷൻ വന്നത് 2019 അതിൻ്റെ ലിസ്റ്റ് നിലവിൽ വന്നത് 2022 അതായത് ഈ ലിസ്റ്റ് 3 വർഷത്തെ ലിസ്റ്റ് ആയതുകൊണ്ട് തന്നെ 2025 നിലവിലുള്ള ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിക്കും. ഇനി ആ അടുത്ത ലിസ്റ്റിലേക്കുള്ള കാര്യമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. 2024 അടുത്തൊരു ഇപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്ന് ഈ വർഷം തന്നെ ഒരു എക്സാം നടക്കും. ആ കാര്യങ്ങളൊക്കെ ഞാൻ വരുന്ന വഴിക്ക് പറയാം. ഇനി ഫുഡ് സേഫ്റ്റി ഓഫീസർ എന്നുള്ള ഒരു പോസ്റ്റ്, അത് ഈ ഒരു ഹൈറാർക്കിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റാണ്. കാരണം നല്ലൊരു പേ സ്കെയിൽ അതിലേക്ക് വരുന്നുണ്ട്, ഒരു ബെറ്റർ പേ സ്കെയിൽ. 40,000 to 80,000 ഒരു പേ സ്കെയിലാണ് വരുന്നത്. അതുകൊണ്ട് ബെറ്റർ ആയിട്ടുള്ള ഒരു പേ സ്കെയിൽ അതിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ തന്നെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഗസറ്റഡ് പോസ്റ്റാണ്, അതൊക്കെ കേരള സർക്കാരിൻ്റെ ഗസറ്റഡ് പോസ്റ്റുകളെന്നാണ് അത് വരുന്നത്. പ്രൊമോഷൻ സാധ്യതകൾ എന്ന് പറഞ്ഞാൽ ഫുഡ് സേഫ്റ്റി ഓഫീസർ ആരംഭിച്ച് ജോയിൻറ്റ് ഫുഡ് സേഫ്റ്റി കമ്മീഷനായിട്ട് വരെ എത്താവുന്നതാണ്. കാരണം ഫുഡ് സേഫ്റ്റി കമ്മീഷൻ, അതിൻ്റെ തൊട്ടുമുള്ള ഫുഡ് സേഫ്റ്റി കമ്മീഷനുള്ള IAS പോസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെ നമുക്ക് എത്താം. ഇതിലെല്ലാവരും KS സ്ട്രീം 3 ആയി മാറാം. നിങ്ങൾ KS എക്സാം എഴുതുന്നവരാണെന്നുണ്ടെങ്കിൽ അവർ നോക്കിക്കഴിഞ്ഞാൽ സ്ട്രീം 1 ഉണ്ട്. അതായത് ആരാണ്? നോർമൽ ആയിട്ടുള്ള വിദ്യാർത്ഥികൾ. സ്ട്രീം 2 എന്നുള്ളത് നോൺ ഗസറ്റഡ് ഓഫീസേഴ്സ്. സ്ട്രീം 3 എന്ന് പറഞ്ഞത് ഗസറ്റഡ് ഓഫീസേഴ്സ്. ഗസറ്റഡ് ഓഫീസേഴ്സ് കേരളത്തിൽ എത്ര പേരുണ്ട്? ഒരു ഓഫീസിൽ എത്ര ഗസറ്റഡ് ഓഫീസേഴ്സ് ഉണ്ടാവും? 1 or 2. കേരളം മൊത്തമായി നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു 5000-6000 പേരുണ്ടാവും. അതായത് നിങ്ങൾ സ്ട്രീം 3 ഉള്ള KSന് വേണ്ടി കോമ്പീറ്റ് ചെയ്യുമ്പോൾ വളരെ കുറഞ്ഞ ആളുകൾ കോമ്പീറ്റ് ചെയ്യുന്നു. കട്ട് ഓഫ് വളരെ താഴെയാണ്. എളുപ്പത്തിൽ തന്നെ നിങ്ങൾ KS ആവും. KS എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെപ്യൂട്ടി കളക്ടർ പോസ്റ്റ് തുടങ്ങി വിതിൻ 8 years നിങ്ങൾ കേരളത്തിൽ തന്നെ IAS ആയി മാറും. അപ്പോൾ അതായത് ഫുഡ് സേഫ്റ്റി ഓഫീസർ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു സ്കില്ലും കുറച്ച് പ്രാപ്തിയുള്ളവർക്ക് നേരിട്ട് കേരള IAS ആകാനുള്ള ഒരു പോംവഴിയുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കണം. ഓക്കെ, ഇനി അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ കാര്യങ്ങൾ കേട്ടു. അങ്ങനെയെങ്കിൽ ഇത് ആർക്ക് എഴുതാമെന്നൊരു ചിന്തയാണ് ഇന്ന് നമുക്ക് വരുന്നത്. ഓക്കെ, ഇത് ആർക്ക് എഴുതാം? ഗസറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കുറേ എന്നോട് കുറച്ച് പേര് വിളിച്ചു ചോദിച്ചിട്ടുണ്ട്, സാർ അതിൻ്റെ ഡേറ്റ് കഴിഞ്ഞോ? ഡേറ്റ് കഴിഞ്ഞിട്ടില്ല. April 3 മാത്രമേ കഴിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കാണുന്നവർ എത്രയും പെട്ടെന്ന് ചെയ്യേണ്ടത് ഉടനെ ഇത് അപ്ലൈ ചെയ്യാം. ഇനി ആർക്ക് അപ്ലൈ ചെയ്യാമെന്നുള്ള കാര്യങ്ങളും എന്നോട് പറയേണ്ടതുണ്ട്. പേ സ്കെയിൽ ഞാൻ പറഞ്ഞ പോലെ 83,000 അതിൽ ഹയർ പേ വരുന്നത്. ഏജ് വരുന്നത് 18 to 36, 18 മുതൽ 36 വയസ്സ് വരെയാണ്. ഇനി ക്വാളിഫിക്കേഷനിലേക്ക് നമുക്ക് വരാം. ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഒന്ന്, ഫുഡ് ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള എനി കോഴ്സ്. ഫുഡ് ടെക്നോളജി റിലേറ്റഡ് ആയിട്ട് BTech ആവാം, BSc ആവാം, MSc ആവാം. ആ ഇക്വലൻ്റ് ആയിട്ടുള്ള ഏത് കോഴ്സ് ചെയ്താലും നിങ്ങൾക്ക് സുഖമായിട്ട് ഇതിന് അപ്ലൈ ചെയ്യാം. 2, ഡയറി ടെക്നോളജി ഇന്ന് കേരള വെറ്റിനറി യൂണിവേഴ്സിറ്റിയിലുണ്ട്, കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലുണ്ട്. കേരളത്തിന് പുറത്ത് പഠിക്കുന്നവരുണ്ടാവും. അത് എനിക്ക് വന്ന ഒരു ക്വറിയാണ്. കേരളത്തിന് പുറത്ത് പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാം. കേരളത്തിൻ്റെ പുറത്ത് പഠിച്ചാലും അവർക്ക് കേരള PSC അപ്ലൈ ചെയ്യാം. ഒരു ഇക്വലൻസി സർട്ടിഫിക്കറ്റ് വാങ്ങണം. ആ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് കേരള യൂണിവേഴ്സിറ്റി, ഏതെങ്കിലും കേരളത്തിലെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന്, അത് കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നോ MG യൂണിവേഴ്സിറ്റിയിൽ നിന്നോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് വാങ്ങണം. അത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് വാങ്ങണ്ട. ഇത് എപ്പോൾ മാത്രം മതി? നിങ്ങൾ ഫൈനൽ ലിസ്റ്റിൽ വന്ന് കേരള PSC നിങ്ങൾക്ക് വെരിഫിക്കേഷൻ വിളിക്കും. ആ സമയത്ത് മാത്രം ഇക്വലൻസ് സർട്ടിഫിക്കറ്റ് വാങ്ങിയാൽ മതി. അപ്പോൾ എന്ത് ചെയ്യാം? ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാം. 3ാമതാണ് ബയോടെക്നോളജി ഓർ എനി റിലേറ്റഡ് കോഴ്സസ്. BSc ബയോടെക്നോളജി ആവാം, BTech ബയോടെക്നോളജി ആവാം, MSc ബയോടെക്നോളജി ആവാം. ഓക്കെ, അതുപോലെ അഗ്രികൾച്ചർ BSc അഗ്രികൾച്ചർ ആവാം, MSc ആവാം. ഈ കാര്യങ്ങളൊക്കെ. മറ്റൊന്ന് ബയോകെമിസ്ട്രി ഇതേപോലെ തന്നെ BSc MSc ബയോകെമിസ്ട്രി അല്ലെങ്കിൽ കെമിസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ. ഇതുപോലെ തന്നെ MSc കെമിസ്ട്രി. ഇതെല്ലാം കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ടുള്ളത് മെഡിക്കൽ ഡിഗ്രികൾ ഇതിൽ വാലിഡ് ആണെന്നുള്ളതാണ്, അല്ലെങ്കിൽ ക്വാളിഫൈഡ് ആണെന്നുള്ളതാണ്. MBBS ഡിഗ്രി, BDS ഡിഗ്രി, ആയുർവേദ ഡിഗ്രി, ഹോമിയോ ഡിഗ്രി, ഇതൊക്കെ ഈ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്യാം. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കേരളത്തിലെ ബയോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലുമൊക്കെ കോഴ്സ് പഠിക്കുന്നവർക്ക്, അതല്ലെന്നുണ്ടെങ്കിൽ കെമിസ്ട്രി റിലേറ്റഡ് ആയ കോഴ്സ് പഠിക്കുന്നവർക്ക് സുഖമായിട്ട് നിങ്ങൾക്ക് ഇക്വലൻസി വെച്ചിട്ട് ഇത് അപ്ലൈ ചെയ്യാം. അതായത് നിങ്ങൾ അതിൽ കയറി കേരള PSCയുടെ തുളസി പോർട്ടലിൽ കയറി ആദ്യം പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ക്രിയേറ്റ് ചെയ്യാത്തവർ
ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാണാൻ പറ്റും. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ ഇൻഎലിജിബിൾ എന്ന് കാണാൻ പറ്റും. പക്ഷേ നിങ്ങൾക്ക് അവിടെ എന്ത് കാണാം? ഓക്കെ, അപ്ലൈ വിത്ത് ഇക്വലൻറ്റ് ക്വാളിഫിക്കേഷൻ. അവിടെ അത് ക്ലിക്ക് ചെയ്ത് ഇക്വലൻറ്റ് ക്വാളിഫിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞ് അപ്ലൈ ചെയ്യുക. ഈ എക്സാം എഴുതുക. ഓക്കെ, ആ എക്സാം എഴുതി കഴിഞ്ഞ് ആ റിസൾട്ട് വന്ന് സെക്കൻഡ് പ്രോസസ്സാണ് ഇത് നമ്മൾ ഇക്വലൻറ്റ് സർട്ടിഫിക്കറ്റ് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആദ്യം എക്സാം എഴുതുകയാണ് വേണ്ടത്. ഓക്കെ, കേരള PSC ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കും ഇത്രയേ ഉള്ളൂ. നോട്ടിഫിക്കേഷൻ സമയത്ത് നിങ്ങൾക്ക് ഈ ഡിഗ്രി ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ പ്രൊഫഷണൽ ഡിഗ്രി ഉണ്ടായിരിക്കണം, അത്ര മാത്രമേ ഉള്ളൂ. ബാക്കി ഇതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് ഞാൻ പറയാം. രണ്ടാമത്തെ ചോദ്യമാണ് എക്സാം ഡേറ്റ് എന്നുള്ളത്. കേരള PSCയുടെ ഒരു പ്രോസസ്സ് ഞാൻ പറയാം. അതിങ്ങനെയാണ്. ഏപ്രിൽ 3 ആ ഒരു ഡേറ്റ് അവസാനിക്കുകയാണ്. ലാസ്റ്റ് ഡേറ്റ് ഏപ്രിൽ 3 അവസാനിക്കുന്നു. ഏപ്രിൽ 3 ലാസ്റ്റ് ഡേറ്റ് അവസാനിച്ച് കഴിഞ്ഞാൽ അടുത്ത ഒരു മാസത്തിൽ കൺഫർമേഷൻ നൽകാനുള്ള ഒരു സമയമാണ്. കൺഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ എക്സാം ഡേറ്റ്, അതായത് ഒരു ഡേറ്റ് പറയും, ആ ഡേറ്റിൽ എക്സാം നടക്കും. ആ എക്സാം നടക്കുമ്പോൾ നിങ്ങൾ ഈ എക്സാം എഴുതുമെന്ന് കൺഫർമേഷൻ തരണം. അങ്ങനെ കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ 5 വട്ടം അടുപ്പിച്ച് കൺഫർമേഷൻ കൊടുത്തിട്ട് നമ്മൾ എക്സാം എഴുതില്ല, അതായത് 5 എക്സാംസ് നമ്മൾ കൺഫർമേഷൻ കൊടുത്തു, എക്സാം എഴുതില്ല, എങ്ങനെയെങ്കിലും നമ്മുടെ PSC പ്രൊഫൈൽ ബ്ലോക്ക് ചെയ്യും. മറ്റൊന്നുകൊണ്ടല്ല, PSCയുടെ എക്സാം സൗജന്യമാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അപ്ലൈ ചെയ്യും. പക്ഷേ എക്സാം എഴുതുന്ന ആളുകളുടെ എണ്ണം വളരെ ചുരുക്കമാണ്. ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാകില്ല, അല്ലെങ്കിൽ അന്ന് കുറച്ചു കാലം മുന്നേ അപ്ലൈ ചെയ്താണ്, ആ സമയത്ത് സമയം കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് സാധാരണ കേരള PSC എന്ത് ചോദിക്കുന്നത്? കൺഫർമേഷൻ ചോദിക്കുന്നത്. ഈ ഫുഡ് സേഫ്റ്റി ഓഫീസറുടെ കൺഫർമേഷൻ എപ്പോൾ വരും? മെയിൽ വരും. 2024 മെയിൽ വരും. ഓക്കെ, അതായത് ഈ മെയിൽ വരും. മെയിൽ കൺഫർമേഷൻ വന്നു കഴിഞ്ഞാൽ കൺഫർമേഷൻ കൊടുത്ത് 2 മാസം കഴിയുമ്പോൾ എക്സാം. മെയിൽ കൺഫർമേഷൻ വന്നാൽ എപ്പോഴുണ്ടാകും എക്സാം? ജൂൺ, ജൂലൈ, ആഗസ്റ്റിലായിരിക്കും ഇതിൻ്റെ എക്സാം. ഓക്കെ, എക്സാം വരുന്നത് ആഗസ്റ്റിലായിരിക്കും. ഇത് ഒറ്റ സ്റ്റേജ് എക്സാം മാത്രമേ ഉള്ളൂ. നിങ്ങൾ കേരള PSCയുടെ എക്സാമുകളെ കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ, കാരണം ഇതിൽ ഞാൻ ഇങ്ങനെ പറയാനുള്ള കാരണം ഭൂരിഭാഗം പേരും കേരള PSCയെ കുറിച്ച് വലിയ അറിവില്ലാത്തവരൊക്കെ ആയിരിക്കാം, ടെക്നിക്കൽ സൈഡിലുള്ള ആളുകളായിരിക്കാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കേരള PSC സ്ഥിരമായിട്ട് എഴുതുന്നവർക്ക് ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ ബോറായിട്ട് തോന്നായിരിക്കാം. പക്ഷേ നിങ്ങൾ അതിൽ ഒരു ചേഞ്ച് വന്നുള്ള ഫസ്റ്റ് പ്രിലിംസ്, മെയിൻസ് എന്ന് പറഞ്ഞ 2 ടയർ എക്സാംസ് ഒക്കെ വന്നായിട്ട് നിങ്ങൾ ചിലപ്പോൾ വാർത്ത കണ്ടു കാണും. പക്ഷേ ഫുഡ് സേഫ്റ്റി ഓഫീസറിനുള്ള എക്സാം സിംഗിൾ സ്റ്റേജ് മാത്രമാണ്, ഒരേ സ്റ്റേജ് മാത്രം, ഒറ്റ സ്റ്റേജേ ഉള്ളൂ. അതായത് ഒറ്റ എക്സാം എഴുതുന്നു, നമ്മൾ ക്ലിയർ ചെയ്യുന്നു, അതിനുശേഷം ഒരു ഇൻ്റർവ്യൂ. എക്സാമിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വരുന്ന വഴിക്ക് പറയാം. ഓക്കെ, ഇതിൻ്റെ അവസാനത്തിൽ ഞാൻ പറയുന്നുണ്ട്. ഇനി നമ്മൾ നോക്കേണ്ടത്, ഓക്കെ, അപ്പോൾ എക്സാം ഡേറ്റ് എന്നുള്ളതാണ്. അപ്പോൾ കൺഫർമേഷൻ കൊടുത്ത് 2 മാസം ശേഷം എക്സാം ഡേറ്റ്. 2 മാസം ശേഷം എക്സാം ഡേറ്റ് എന്ന് പറയുമ്പോൾ ജൂലൈ, ആഗസ്റ്റിലോ സെപ്റ്റംബറിലോ എക്സാം ഉണ്ടാവും. ഓക്കെ, അതായത് ഈ വർഷം ഇതിൻ്റെ എക്സാം ഉണ്ടാവും. ആഗസ്റ്റോ സെപ്റ്റംബറിലോ എക്സാം നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻ്റർവ്യൂ വിതിൻ 2 months, അതായത് നവംബറിൽ അതിൻ്റെ ഇൻ്റർവ്യൂ ഉണ്ടാവും. ഇൻ്റർവ്യൂ നടന്ന ഉടനെ തന്നെ എൻ്റെ ലിസ്റ്റ് ഇടും. അത് പിന്നെ മന്ത്, അതായത് ഏറ്റവും മാക്സ് ടു മാക്സ് ഈ ഡിസംബറിനുള്ളിൽ ഫൈനൽ ലിസ്റ്റ് വരും. 2025 മുതൽ ഈ ലിസ്റ്റ് പ്രാബല്യത്തിൽ വരും. അതായത് അടുത്ത വർഷം ഇതേ സമയത്ത് നിങ്ങൾക്കൊരു ഗസറ്റഡ് റാങ്കിൽ ഒരു ടോപ്പ് പൊസിഷനിൽ നിങ്ങൾക്ക് കേരളത്തിലെ ഭക്ഷ്യ സുരക്ഷാ വകുപ്പിൽ ജോലി ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് കൂടെ നമുക്ക് നോക്കാം. കേരള PSC ക്വാളിഫിക്കേഷൻ കാര്യമൊക്കെ ഞാൻ പറഞ്ഞു. അതായത് ഡിഗ്രി, കെമിസ്ട്രി ഡിഗ്രി ഉള്ളവർ, ബയോളജി ഡിഗ്രി ഉള്ളവർ, ഫുഡ് ടെക്നോളജി ഡിഗ്രി ഉള്ളവർ ഇവരത് അപ്ലൈ ചെയ്യാം. ഓക്കെ, നിങ്ങൾ മടിച്ചു വെക്കരുത്. ഇനി ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരിക, എന്താണ് ക്വസ്റ്റ്യൻ്റെ ഒരു പാറ്റേൺ എന്നുള്ളതാണ്. ഇത് കേരള PSCയുടെ ഒരു എക്സാം മാത്രമാണിത്. ഇതിൽ 100 മാർക്ക് ഉണ്ടാവും, 100 മാർക്സ്. 100 മാർക്സ്, ഒരു ക്വസ്റ്റിന് 1 മാർക്ക്. അങ്ങനെ വരുമ്പോൾ എത്രയാണ്? 100 മാർക്ക്. 1.5 മണിക്കൂറാണ് കേരള PSCയുടെ പരീക്ഷ. ഇതും 1.5 മണിക്കൂറാണ്. അതായത് എത്ര മിനിറ്റ്? 75 മിനിറ്റ്സ്. 100 മാർക്സ്, 75 മിനിറ്റ്സ്. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്, 1/3 നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. ഇവിടെ ഈ 100 മാർക്സിനെ 70 + 30 എന്നുള്ള രീതിയിലാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, 70 + 30. 70 മാർക്സ് ഉള്ളത് ഫുഡ് സേഫ്റ്റി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, ഫുഡ് സേഫ്റ്റി അല്ലെങ്കിൽ ടെക്നിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എന്നാൽ ഈ 30 മാർക്സോ, 30 മാർക്സിൽ 10 മാർക്സ് PSC റിലേറ്റഡ് ആയിട്ടുള്ള ജനറൽ നോളജ് ആണ്. PSC റിലേറ്റഡ് ജനറൽ നോളജ് എന്ന് പറയുമ്പോൾ ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമി, പോളിറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങൾ, കറണ്ട് അഫയേഴ്സ് ഉള്ള കാര്യങ്ങൾ. പിന്നെ ഒരു 10 മാർക്സോ ഇംഗ്ലീഷ്. ഓക്കെ, ഇംഗ്ലീഷ് ലാംഗ്വേജ്, ഗ്രാമർ ആൻഡ് വെക്കാബുലറി. ഇനി മറ്റൊരു 10 മാർക്സോ മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി. 5 മാർക്സ് ഫോർ മാത്സ്, 5 മാർക്സ് ഫോർ മെന്റൽ എബിലിറ്റി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഘടന. അപ്പോൾ ഈ 70 മാർക്സിൽ നിങ്ങൾക്ക് ഒരു 40 to 50 മാർക്സ് പിടിക്കാൻ പറ്റും. ഇവിടെ ഒരു 10 ദാറ്റ് ഈസ് ലൈക്ക് 30 മാർക്സ്. ആ 30 മാർക്സ് നിങ്ങൾക്ക് 25 മാർക്സ് നേടാൻ സാധിക്കണം. അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ആ ഒരു 60 ക്രോസ് ചെയ്യും. 60 ക്രോസ് ചെയ്താൽ നിങ്ങൾ ടോപ്പ് റാങ്കിൽ തന്നെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ ഒരു 30 മാർക്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഭൂരിഭാഗം പേരും ടെക്നിക്കൽ ആയതുകൊണ്ട് ചിലപ്പോൾ അവർ വിചാരിക്കും ഓക്കെ ഈ 30 മാർക്സ് എങ്ങനെ പഠിക്കാം? 30 മാർക്സ് പഠിക്കാൻ വളരെ സിമ്പിളാണ്, സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളെ ചോദിക്കുകയുള്ളൂ. അത് ഞാൻ കാണിച്ചു തരാം ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം, നിങ്ങളുടെ ടെക്നിക്കൽ സ്ട്രോങ് ആക്കുക, ഒപ്പം തന്നെ ഏതും കൂടെ നോക്കണം, ഈ ഏരിയയും കൂടെ നോക്കണം. കാരണം ഇതാണ് ഇവിടെ റാങ്ക് മേക്കിംഗ് ആയിട്ട് മാറുക. ഓക്കെ, ഇനി ഇതിൻ്റെ മറ്റ് കാര്യങ്ങളിലേക്ക് നമുക്ക് നോക്കാം. ഓക്കെ, ഇതിൻ്റെ സിലബസിലേക്ക്. സിലബസ് ആണ് ഈ കാണുന്നത്. സിലബസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അത് ആ ഒരു ടെക്നിക്കൽ സിലബസ് ആണ്. ഫുഡ് ടെക്നോളജിയാണ് മെയിൻ ആയിട്ടുള്ള പാർട്ട് 1. അതിലെ കുറച്ച് പ്രിസർവേഷൻ മറ്റ് കാര്യങ്ങളൊക്കെയാണ് അതിൽ പറയുന്നത്.
ഇനി രണ്ടാമത്തെ ഡയറി ടെക്നോളജി എന്ന് പറയുമ്പോൾ എന്താണ് മെയിനായിട്ട് മിൽക്ക് ആൻഡ് പ്രോഡക്ട്സ്, അതാണ് ഇതിൻ്റെ അകത്ത് പറയുക. ഇനി മൂന്നാമത്തത് വെറ്റിനറി സയൻസ് പറയുന്നത് ഈ ഒരു ഫുഡുമായിട്ട് ബന്ധപ്പെട്ട് വെറ്റിനറി സയൻസിന് എങ്ങനെയാണ് വരുന്നത്, മീറ്റ് പ്രോഡക്ട്സ് ഒക്കെയാണ് അതിൽ വരിക. പിന്നെ മറ്റൊന്നാണ് ഫുഡ് സേഫ്റ്റി ലോസ് എന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ട ഫുഡ് സേഫ്റ്റി ലോ ഏതാണ്, FSSAI Act 2006. അപ്പം അതിൻ്റെ കാര്യങ്ങളാണ് അവിടെ വരുന്നത്. ഇനി അതുപോലെ തന്നെ ഇവിടെ CRPC IPC ഇതിൻ്റെ ഭാഗം തന്നെയാണ്. ഓക്കെ, അതായത് ക്രിമിനൽ പ്രൊസീജിയർ കോഡും ഇന്ത്യൻ പീനൽ കോഡും അതിൽ കുറച്ച് ഭാഗങ്ങളോട് പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, ഇനി ന്യൂട്രീഷണൽ ബയോകെമിസ്ട്രി, ഓക്കെ, അതായത് ഫുഡ് അനാലിസിസ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. മറ്റൊന്നുള്ള മൈക്രോബയോളജി അതായത് ബേസിക് ആയിട്ടുള്ള മൈക്രോബ്സിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ അവിടെ നോക്കേണ്ടതുണ്ട്. ഇനി മറ്റൊന്ന് വരുന്നത് അഗ്രികൾച്ചർ സയൻസ്, അതായത് ഹാർവസ്റ്റ് ടെക്നോളജി, പോസ്റ്റ് ഹാർവസ്റ്റ് പ്രോസസ്സിങ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഇത്ര മാത്രമാണ് നമ്മൾ ടെക്നിക്കൽ നോക്കേണ്ടത്. ഇനി നോൺ ടെക്നിക്കലുള്ള ഏരിയയോ ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ് ആൻഡ് റിനൈസൻസ്, എന്താണത്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം, അതുപോലെ കേരള നവോത്ഥാനം, അതാണ് ഇവിടെ പറയുന്നത്. ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു സിലബസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ട്രഗിൾ ആൻഡ് സോഷ്യൽ റിവോൾട്ട്സ്, കേരളത്തിലുള്ള കാര്യങ്ങളാണ്, വളരെ സിമ്പിളാണത്. റോൾ ഓഫ് പ്രസ് ഇൻ റിനൈസൻസ്, അതുപോലെ തന്നെ ലീഡേഴ്സ് ഓഫ് റിനൈസൻസ്, ഇതൊക്കെ കേരള നവോത്ഥാനമായിട്ട് ബന്ധപ്പെട്ട് സ്ഥിരമായിട്ട് കേരള PSC റിപ്പീറ്റഡ് ആയി ചോദിക്കുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ അയ്യങ്കാളി, അതുപോലെ പണ്ഡിറ്റ് കറുപ്പൻ, പൊയ്കൽ കുമാരഗുരുദേവൻ, ഇതൊക്കെ കേരള PSC സ്ഥിരമായിട്ട് KS ആണെങ്കിലും ശരി, ഡിഗ്രി ലെവൽ ആണെങ്കിലും ശരി, LDC ആണെങ്കിലും ശരി, ഈ ചോദ്യങ്ങൾ ഉണ്ടാവും. ഓക്കെ, അത് നമ്മൾ സ്ഥിരമായിട്ട് അത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. ഇനി മാത്സ് ആൻഡ് മെന്റലിറ്റി ഞാൻ പറഞ്ഞിരുന്നു. മാത്സ് ആൻഡ് മെന്റലിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. സിമ്പിളായിട്ടുള്ള കുറച്ച് ടൈം ആൻഡ് വർക്ക്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, അങ്ങനെയുള്ള കുറച്ച് പ്രോബ്ലംസ് മാത്രമേ ചോദിക്കുള്ളൂ. ജനറൽ ഇംഗ്ലീഷ് അതേപോലെ തന്നെയുള്ള വെക്കാബുലറി കുറച്ച് ഏരിയ ചോദിക്കും, കുറച്ച് ഗ്രാമറുമാണ് അവിടെ ചോദിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ മറ്റൊരു ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നോക്കാതെ വൺ വേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. കേരള PSCയിൽ ഒരു കാതലായിട്ടുള്ള ഒരു മേജർ ഡിഫറൻസ് വന്നിട്ടുണ്ട്. അതായത് സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇപ്പോൾ വരാൻ തുടങ്ങി. പക്ഷേ ആ ഒരു ചേഞ്ചസ് ഫുഡ് സേഫ്റ്റി ഓഫീസറിലേക്കോ അല്ലെങ്കിൽ മറ്റ് ടെക്നിക്കൽ എക്സാംസിലേക്കോ വന്നിട്ടില്ല. ജനറൽ PSCയിൽ ഒരു മേജർ ചേഞ്ച് വന്നിട്ടുണ്ട്. ഇവിടെ സിമ്പിളായിട്ടുള്ള ഒരു ചോദ്യങ്ങൾ അവിടെ ചോദിച്ചിരിക്കുന്നത്, വളരെ സിമ്പിളായിട്ടുള്ള ബയോകെമിസ്ട്രിയുള്ള ചോദ്യങ്ങൾ നോക്കുകയാണെങ്കിൽ ബയോകെമിസ്ട്രി ചോദ്യങ്ങൾ, ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ ക്വസ്റ്റ്യൻസ്, പ്രിസർവേഷൻ, മില്ലിംഗ്, ബയോകെമിസ്ട്രി എന്ന് പറഞ്ഞ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ മുഴുവൻ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ മൊത്തം ആ ഒരു ഡാറ്റ മുഴുവൻ ആവശ്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പ് ജോയിൻ ചെയ്താൽ മതി. ടെലിഗ്രാം ഗ്രൂപ്പിൽ എല്ലാവർക്കും സൗജന്യമായിട്ട് ജോയിൻ ചെയ്യാം. ആ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനായിട്ട് ഇട്ടേക്കാം. ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അതുപോലെ നോട്ടിഫിക്കേഷൻ, സിലബസ്, മാത്രമല്ല എല്ലാ ദിവസവും രാവിലെ നമ്മൾ ഫ്രീ ആയിട്ട് നോട്ട്സ് കൊടുക്കുന്നുണ്ട്. ആ നോട്ട്സ് നിങ്ങൾക്ക് കിട്ടും. ഒപ്പം തന്നെ വൈകുന്നേരങ്ങളിൽ നമ്മൾ ക്വസ്റ്റ്യൻസ്, ആ നോട്ട്സിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക, ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ ഡീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ മുന്നോട്ട് വരുമ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങനെ മുന്നോട്ട് പോകുന്നു. പല ഏരിയ ഡയറി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. ഡയറി ആയിട്ട് റിലേറ്റഡുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. മീറ്റ് ആൻഡ് ഫിഷ്. ഓക്കെ, ഇവിടെ നോക്കിയാൽ അറിയാം വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇത് മുഴുവൻ. ഓക്കെ, അങ്ങനെ നോക്കുവാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ അനാലിസിസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 70+30 എന്നുള്ള രീതിയിലാണ് ആ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. 70 ക്വസ്റ്റ്യൻസ് ഫ്രം ടെക്നിക്കൽ ആൻഡ് 30 ഫ്രം നോൺ ടെക്നിക്കൽ. 30 എന്ന് പറയാനല്ല, 60+40 എന്ന് വേണേൽ പറയാം. കാരണം എന്താണ്, ആ 60 മാർക്സ് ടെക്നിക്കലാണ്. 10 മാർക്സ് ഞാൻ എക്സ്ട്രാ പറയുന്നത് വെച്ചാൽ IPC CRPC ഉണ്ട്, അത് 10 മാർക്സ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 60 മാർക്സ് ടെക്നിക്കലായിട്ടുള്ളൂ. നോൺ ടെക്നിക്കലായിട്ട് എക്സാക്ട്ലി പറയാൻ 40 മാർക്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ടെക്നിക്കൽ അറിവ് എന്നതിലുപരി നോൺ ടെക്നിക്കൽ ഇവിടെ വരുന്നുണ്ട്. 60+40 എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ആ 40 മാർക്സ് പിടിച്ചെടുക്കാൻ നമ്മൾ നോക്കണം. 60 മാർക്സ് നിങ്ങൾ വേണം, 40 മാർക്സും വേണം. ഇനി അടുത്തൊരു ഡൗട്ടാണ്, ഇത് എവിടെ പഠിക്കാം, എങ്ങനെയാണ് ഇത് പഠിക്കേണ്ടതെന്നുള്ളത്. ഓക്കെ, എങ്ങനെയാണ് ഇതിൻ്റെ നോട്ട്സ് കിട്ടുക, ഇതിൻ്റെ ക്ലാസ്സസ് എങ്ങനെയാണ് കിട്ടുക എന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊരു സംശയം തോന്നാം. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് നമ്മളൊരു പ്രോഗ്രാം ആരംഭിക്കുകയാണ്. ടാർഗറ്റ് FSO അല്ലെങ്കിൽ ടാർഗറ്റ് ഫുഡ് സേഫ്റ്റി ഓഫീസർ. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം നമ്മൾ ലൈവായിട്ടാണ് ചെയ്യുന്നത്. ലൈവായിട്ട് Monday to Friday 8:30 to 9:30 ഈവനിങ്. ഓക്കെ, 8:30 to 9:30 PM. അപ്പോൾ അതിൽ നമ്മൾ ലൈവായിട്ട് നമ്മൾ സൂം ലൈവിൽ ക്ലാസ്സുകൾ ഉണ്ടാവും. ആ ക്ലാസ്സിൻ്റെ റെക്കോർഡിംഗ് ഉണ്ടാവും, അതുപോലെ തന്നെ മെറ്റീരിയൽസ് ഉണ്ടാവും. ഇനി അതുകൂടാതെ ടെസ്റ്റ് സീരീസ് ഉണ്ടാവും, ഒപ്പം തന്നെ മെൻറ്റർഷിപ്പും ഉണ്ടാവും. ഓക്കെ, അതായത് ഒരു 200 hours ഓഫ് ക്ലാസ് പ്രോഗ്രാം പ്ലസ് യു വിൽ ഗെറ്റ് ദ മെറ്റീരിയൽസ് ആൻഡ് അറൌണ്ട് 20 ടെസ്റ്റ്. ഓക്കെ, അങ്ങനെ ഒരു 20 ടെസ്റ്റ് സീരീസ് ഉള്ള ഒരു ടെസ്റ്റുകൾ ഉണ്ടാവും. ഒപ്പം തന്നെ ഇനി അടുത്തൊരു സംശയം, ഇത് ആരാണ് ക്ലാസ്സിൽ എടുക്കുക എന്നുള്ളത്. ഇതിൽ ആ 40 മാർക്സ് ഞാൻ പറഞ്ഞിരുന്നല്ലോ, 40 മാർക്സ് നോൺ ടെക്നിക്കൽ, അത് PSC ടോക്സിൻ്റെ ഫാക്കൽറ്റി. ഇപ്പോൾ ഞാൻ എടുക്കും. ഇപ്പോൾ ഞാൻ പറഞ്ഞാൽ തീർച്ചയായിട്ടും എനിക്ക് അതിൻ്റെ ക്വാളിഫിക്കേഷൻ ഉണ്ട്. ഒരു 12ഓളം കേരള PSC റാങ്ക് ലിസ്റ്റുകളിൽ ഉയർന്ന റാങ്കുള്ള വ്യക്തിയാണ് ഞാൻ. ഇപ്പോൾ ഇന്നലെ വന്ന അസിസ്റ്റന്റ് ഡയറക്ടർ
നാഷണൽ സേവിങ്. ഓക്കെ, അതായത് ഒരു ഗസറ്റഡ് റാങ്കുള്ള പോസ്റ്റാണ്. അപ്പോൾ അതിൽ 23rd റാങ്ക് ഉണ്ട്. അപ്പോൾ അങ്ങനെ അതുപോലെ തന്നെ എൻ്റെ ഒപ്പം ഉള്ള ധർമ്മേഷ് സാർ, അദ്ദേഹത്തിന് 12th റാങ്ക്. അങ്ങനെ കുറേയധികം പ്രഗത്ഭ വ്യക്തികൾ തന്നെയാണ് നമുക്ക് ആ ഒരു ഏരിയ, അതായത് നോൺ ടെക്നിക്കൽ ഏരിയ എടുക്കുന്നത്. ഇനി ടെക്നിക്കൽ ഏരിയ എടുക്കുന്നോ? ടെക്നിക്കൽ ഏരിയ എടുക്കുന്നതാണ് ഈ മേഖലയിൽ കേരളത്തിലെ ഏറ്റവും മികച്ച ആളുകൾ തന്നെയാണ് ICAR സയൻറ്റിസ്റ്റുകൾ. ഓക്കെ, NDR എന്നുള്ള ICAR സയൻറ്റിസ്റ്റുകൾ. അപ്പോൾ തന്നെ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി എന്നുള്ള ടീച്ചിങ് ആയിട്ടുള്ള ആളുകൾ. അങ്ങനെ ഏറ്റവും മികച്ച ഫുഡ് സയൻസിൻ്റെയും അതുമായിട്ട് റിലേറ്റഡ് ഡയറി ടെക്നോളജി, ഫുഡ് സയൻസ്, ആ ഒരു അഗ്രികൾച്ചർ മേഖലയായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും മികച്ച അധ്യാപകരും സയൻറ്റിസ്റ്റുകളാണ് ക്ലാസ് എടുക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്വാളിറ്റി വൈസ് മികച്ച ഒരു പ്രോഗ്രാമാണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ പങ്കുചേരാം. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കൂടുതൽ ഡാറ്റ അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ മതി. 7511175161. ഞാൻ ഒന്നുകൂടെ പറയാം, 7511175161. ഇതിൽ വിളിച്ചാൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക്, അതായത് വർക്കിംഗ് ടൈമിൽ വിളിക്കണം, നിങ്ങൾക്ക് അതിൽ എല്ലാ കാര്യങ്ങളും അവിടെ പറയും. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. എല്ലാം നമ്മളവിടെ കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഉടനെ തന്നെ ഈ ഒരു പ്രോഗ്രാം നമ്മൾ ആരംഭിക്കുകയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്കെല്ലാം നമ്മളെ നേരിട്ട് ബന്ധപ്പെടാം. തീർച്ചയായിട്ടും സഹായിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അപ്പോൾ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി നിങ്ങളൊന്ന് ആഞ്ഞു പിടിച്ചാൽ നിങ്ങൾക്ക് ഫുഡ് സേഫ്റ്റി ഓഫീസർ ആകാം. ഒന്നുകൊണ്ട് പേടിക്കേണ്ട. 2014 2022 റാങ്ക് ലിസ്റ്റുകളിൽ ഭൂരിഭാഗം വിദ്യാർത്ഥികളും PH ടോക്സ് ആയിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഈ അധ്യാപകരുമായിട്ട് ബന്ധപ്പെട്ടോ പഠിച്ചവരാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു പൊസിഷനിലേക്ക് എത്താം. അടുത്ത വർഷം ഇതേ സമയം കേരള ഗവൺമെന്റിലെ ഗസറ്റഡ് ഓഫീസറായി നിങ്ങൾ മാറണം. തീർച്ചയായിട്ടും അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് അധ്വാനിക്കാം. നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.